BPCL തൊഴിലാളി ക്ഷേമ ഫണ്ടിൽ വൻ തട്ടിപ്പെന്ന് പരാതി. 1.5 കോടിയോളം രൂപ തട്ടിയെന്ന് തൊഴിലാളികൾ പറയുന്നു. ഫണ്ട് നിയന്ത്രിക്കുന്നത് CPM-ന്റെ അമ്പലമേട് ലോക്കൽ കമ്മിറ്റിയും CITU ജില്ലാ നേതൃത്വമെന്നുമാണ് പരാതി ഒന്ന് കേട്ടു. ഈ ഫണ്ട് 2005 ഈ പ്ലാന്റിൻ്റെ ആരംഭകാലത്ത് ഇവിടുത്തെ 3 യൂണിയൻ്റെ തൊഴിലാളികൾ കൂടി ഉണ്ടാക്കിയൊരു ഫണ്ടാണ്. CITU അമ്പലമേട് ലോക്കൽ കമ്മിറ്റിയാണ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്. മറ്റാർക്കിനകത്ത് മറ്റ് യൂണിയൻ്റെ ആളുകൾക്കൊന്നും ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു റോളും ഇല്ല. 1,20,00,000 രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആര് ചോദിച്ചാലും ഫണ്ടിനെ കുറിച്ച് യാതൊരു മറുപടി ഇവർ പറയുന്നില്ല. ഇത് ആര് തരും, ഇത് എവിടെ പോയി ചോദിക്കണമെന്ന് പോലും അതിന് ഒരു വ്യക്തമായ ഉത്തരം തരുന്നില്ല. ഞാൻ മെയ് 30 റിട്ടയർ ആയതാണ്. ഇതുവരെയായിട്ട് ഇപ്പോൾ 8 മാസമായി. ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു അലപ്പം. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി, ഗുഡ് മോർണിംഗ്. അലി, BPCL തൊഴിലാളി ക്ഷേമ ഫണ്ടിൽ 1.5 കോടി രൂപ തട്ടിച്ചു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ചെറിയ കാര്യമല്ലല്ലോ അലി. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അതിഗുരുതരമായ ആരോപണമാണ്, പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. BPCL തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി ആരംഭിച്ച ഒരു ഫണ്ടായിരുന്നു ഈ പറയുന്ന ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഫണ്ട്. 2005 INTUസിൻ്റെയും അതുപോലെ CITUവിൻ്റെയും എല്ലാ യൂണിയനുകളുടെയും പ്രവർത്തകർ ചേർന്ന് ഇത്തരത്തിലൊരു ഫണ്ട് ആരംഭിക്കുന്നത്. പക്ഷേ 2013-14 കാലഘട്ടമായപ്പോഴേക്കും ഇത് പൂർണ്ണമായും CITUവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 2023 വരെ ഈ ഫണ്ടിൽ നിന്നും ഇതിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 2% പലിശ നിരക്കിൽ ലോൺ എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ 2023 മുതൽ ഇത്തരത്തിൽ തൊഴിലാളികൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ പണം കിട്ടാതായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഏകദേശം 1.5 കോടിയോളം രൂപ, 1,20,00,000 മുകളിലുള്ള തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്ന് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ഫണ്ടിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പൂർണ്ണമായും അമ്പലമേട് CPM ലോക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ CITU ജില്ലാ നേതൃത്വത്തിന്റെയും കീഴിലാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ അമ്പലമേട് ലോക്കൽ സെക്രട്ടറി സുജിത്തുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ നിന്നും കൃത്യമായൊരു മറുപടി ലഭിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഇതിന്റെ കൺവീനർ ആയിട്ടുള്ള ബിനു കെ പോളുമായി നമ്മൾ ബന്ധപ്പെടുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ബിനു കെ പോൾ നിഷേധിക്കുകയാണ്. ബിനു കെ പോൾ പറഞ്ഞതനുസരിച്ച് ലോൺ എടുത്ത ആളുകൾ പണം തിരിച്ചടയ്ക്കാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കാതായത് എന്നാണ് ഒരു വിശദീകരണം പറയുന്നത്. പക്ഷേ പരാതിക്കാരായ തൊഴിലാളികൾ പറയുന്നത് ഇതിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളവരെല്ലാം CPM-ന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളാണ്. അവരാണ് ഇത്തരത്തിൽ പണം തിരിച്ചടയ്ക്കാതായത്. ഗുരുതരമായ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ ലോൺ തിരിച്ചടയ്ക്കാതിരുന്നത് പോലും മനഃപൂർവ്വമാണ്. ഇത്തരത്തിലൊരു ഫണ്ട് തട്ടിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയുള്ള നടപടികളാണ് കഴിഞ്ഞ 2 വർഷമായി 2023 തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നതെന്നുമാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. 1,20,00,000 മുകളിലുള്ള തുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 8 മാസം മുൻപ് ഈ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോയ തൊഴിലാളികൾക്ക് പോലും ഇപ്പോഴും ഈ തുക ലഭിച്ചിട്ടില്ല. ഇവരും ഇപ്പോൾ ഈ പെൻഷന് വേണ്ടി പ്രതീക്ഷിച്ച് ഈ ഫണ്ടിൽ ചേർന്ന ആളുകൾ പോലും ജീവിതം വഴിമുട്ടി ഈ തുക കിട്ടാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസിൽ ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെ നേരത്തെ ഇവർ പരാതി നൽകിയിരുന്നു. കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണമോ എങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്നതുമാണ് ഇവരുടെ ആവശ്യം. അരുൺകുമാർ, എന്തായാലും